നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. മകീര്യം നക്ഷത്രം. ഈ വർഷം വിഷു വന്നിരിക്കുന്നത് മകീര്യം നക്ഷത്രത്തിലാണ്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ദോഷപ്രദമാണ്. മിഥുനം രാശിക്കാരെ അപേക്ഷിച്ചിട്ട് ഇടവം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്ക് കൂടുതൽ ദോഷപ്രദമായ സമയമാണ്. തൊഴിൽ രംഗത്ത് കാര്യമായുള്ള ശ്രദ്ധ വേണ്ടതാണ്. തനിക്കൊപ്പമുള്ള ആളുകളെ പിണക്കാതെ മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിരിക്കുന്ന ക്രമക്കേടുകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് തന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ കാര്യമായ ശ്രദ്ധ വേണ്ടതാണ്. മനസ്സറിയാതെയുള്ള അപവാദ ആരോപണങ്ങൾ കേൾക്കുവാനും സാധ്യത കാണുന്നു. കുടുംബത്തിലെ അംഗങ്ങളുമായി രമ്യതയിൽ കഴിയുവാൻ ശ്രദ്ധിക്കണം. അനാവശ്യമായിരിക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പുതിയ ചില പദ്ധതികൾ തുടങ്ങുവാൻ ശ്രമിക്കുമെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അത് തടസ്സങ്ങൾ അപ്രകാരം ഉണ്ടായെങ്കിൽ കൂടിയും സ്ഥിരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ കാര്യവിജയം ഉണ്ടാകുന്നതാണ്. വീട് മൂടി പിടിപ്പിക്കുവാനോ വാഹനം വാങ്ങുവാനോ യോഗമുണ്ട്. ആരോഗ്യകാര്യത്തിൽ കണിശത പുലർത്തണം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ്. അകാരണമായിരിക്കുന്ന ചിന്തകൾ നിമിത്തമായിട്ട് മനസ്സ് അസ്വസ്ഥമായേക്കാം. കൂട്ടായ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും തോന്നിയേക്കാം. എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരിക്കുന്നൊരു വർഷമാണിത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തി പ്രാർത്ഥിക്കുന്നതും ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.